അതേ നമ്മുടെ ഫർണിച്ചറുകളോ ആധുനിക സംവിധാനമുള്ളതാണ്. എന്നാൽ വലിയുമ്മമാര് സദസ്സിലുണ്ടോ? വലിയുമ്മമാർക്കറിയാം, വലിയുപ്പമാർക്കറിയാം. പഴയകാലത്ത് ഓടിന്റെ വീടായിരുന്ന കാലത്ത്, ഓലയുടെ വീടായിരുന്ന കാലത്ത്, അതേ റമദാനിന്റെ മുന്നൊരുക്കമായിട്ട് നമ്മുടെ നാട്ടിൽ കാണുന്ന പാറോത്തിന്റെ ഇല കൊണ്ടുവന്ന് നമ്മുടെ വീട്ടിലെ കട്ടിലുകൾ ഉരച്ചു കഴുകുകയാ, മേശകൾ ഉരച്ചു കഴുകുകയാ, കസാലകൾ ഉരച്ചു കഴുകുകയാ, ഫർണിച്ചറുകൾ മുഴുവനും വൃത്തിയാക്കുകയാ, വാതിലും ജനലുകളും കഴുകിക്കളയുകയാണ്. അതേ റമദാനിന്റെ മുന്നൊരുക്കമാ. അതിന് നനച്ചുകുളി എന്ന പേര് നമ്മൾ പറയുന്നു. അതുപോലെ തന്നെ പൊടികളും മസാലകളും റമദാനിലെ വിഭവങ്ങൾക്ക് വേണ്ടിയുള്ള ഭക്ഷണധാന്യങ്ങൾ ഒരുക്കൂട്ടുന്ന തിരക്കിലാണ്. ഇത് പഴയ കാലം മുതൽ തന്നെ നമ്മുടെ നാടുകളുള്ളതാ. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടതായ ഉമ്മിനെ, നമ്മുടെ വീടും പരിസരം നമ്മൾ വൃത്തിയാക്കി റമദാനിന് വിഭവങ്ങൾ ഉണ്ടാക്കാൻ നമ്മളതാ മല്ലികൾ വാങ്ങി, മുളക് വാങ്ങി, അതുപോലെ മസാലകൾ വാങ്ങി, പഞ്ചസാര വാങ്ങി, എല്ലാം ഭൗതികമായ ഒരുക്കങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ എന്നോടും നിങ്ങളോടും ചോദിക്കട്ടെ, നമ്മുടെ ഹൃദയത്തിൽ ഒരു നനച്ചുകുളി നടത്താൻ, നമ്മുടെ ഹൃദയത്തിൽ ഒരു നനച്ചുകുളി നടത്തിയിട്ട് ആ റമദാനിനെ സ്വീകരിക്കാൻ എത്ര ആളുകൾ തയ്യാറായിട്ടുണ്ട്? എത്ര ആളുകൾ ഒരുങ്ങി തയ്യാറായിട്ടുണ്ട്? നമ്മളൊന്ന് ആലോചിക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, റമദാൻ എങ്ങനെയെങ്കിലും അങ്ങ് കടന്നു വരട്ടെ. ആ റമദാന് വരുമ്പോഴല്ലേ അപ്പങ്ങ് നോമ്പനുഷ്ഠിക്കാം, അപ്പങ്ങ് ഖുർആനോദാം എന്നുള്ള ലാഘവത്തോടുകൂടെ കാത്തിരുന്നാൽ റജബ് എത്ര പെട്ടെന്നാണ് വിട പറഞ്ഞു പോയത്. ശഅബാനിന്റെ ആദ്യ പകുതി എത്ര പെട്ടെന്നാ വിട പറഞ്ഞത്. ഇതുപോലെയുള്ള ലാഘവത്തോടെ റമദാനും വന്നുപോയാൽ റമദാൻ കൊണ്ട് വിജയിക്കാൻ കഴിയൂല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എത്ര വലിയ തെറ്റു ചെയ്തവരാണെങ്കിലും, എത്ര വലിയ പാപം ചെയ്തവരാണെങ്കിലും അല്ലാഹുവിന്റെ മഗ്ഫിറത്ത് വിശാലമാണ്. പരിശുദ്ധമായ ഖുർആനിലെ ബറാഅത്ത് രാവിന്റെ അന്ന് 3 തവണ നമ്മൾ പാരായണം ചെയ്തല്ലോ. ഖൽബുൽ ഖുർആൻ. എല്ലാ വസ്തുക്കൾക്കും ഒരു ഹൃദയമുണ്ട്. എന്നാൽ ഖുർആനിന്റെ അത് സൂറത്തുൽ യാസീൻ ആണെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹ്